നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എങ്ങനെ ഒരു വിവാഹത്തിന് തീരുമാനമായി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് തന്നെ പറയാനായിട്ടാണ് ഈ ഓഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത്. പല വീടുകളിലും ഒരു വിവാഹപ്രായമെത്തി കുട്ടികളായി കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് ഭയങ്കര ടെൻഷനാണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെ, എന്തൊക്കെ, ഏതൊക്കെ, കയ്യിൽ പൈസയൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ പോലും ആവശ്യത്തിനും ആവശ്യമില്ലാതെയൊക്കെ ടെൻഷൻ അടിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. കാരണം വീട്ടിലാരും പറഞ്ഞു തരാനായിട്ടോ അല്ലെങ്കിൽ ഉപദേശിക്കാനായിട്ടോ ഒന്നും ആരുമില്ലാത്തതിൻ്റെ ഒരു കാഴ്ച പലപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളിലെ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആർക്കാണോ വിവാഹം നോക്കുന്നത് എങ്കിൽ ആ കുട്ടിയും അച്ഛനമ്മമാരും സഹോദരങ്ങളുമായിട്ട് ഒരു ദിവസം വീട്ടിലിരുന്ന് നല്ലൊരു ഡിസ്കഷൻ വെക്കുക. ആദ്യം നല്ലൊരു ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാവും. പലപ്പോഴും പല വീടുകളിലും കാണുന്നൊരു കാഴ്ച, അച്ഛനമ്മമാരങ്ങ് തീരുമാനമെടുക്കും. അച്ഛനമ്മമാർ തീരുമാനമെടുത്തിട്ട് പ്രൊഫൈലുകളും മറ്റുള്ള ആളുകളുമൊക്കെ ആയി അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ പേരൻസുമായിട്ട് സംസാരിക്കൽ തുടങ്ങും. ഇടയ്ക്ക് വെച്ചിട്ട് അച്ഛനമ്മമാർ അതിന് വിഡ്രോ ചെയ്യും. ആ സംസാരം പകുതി വെച്ചിട്ട് നിർത്തും. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മക്കളുമായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ല. അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു എന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. മക്കൾ തീർച്ചയായിട്ടും ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും, അവരുടെ റിക്വയർമെൻ്റ് എന്തൊക്കെയാണെന്നുള്ളത്. ചിലർ പറയും, എനിക്ക് ഇത്ര ഹൈറ്റ് വേണം, ഇത്ര ക്വാളിഫിക്കേഷൻ വേണം, ഇന്ന ലൊക്കേഷന് മാത്രം നോക്കിയാൽ മതി. ഇപ്പം ചിലർ ദുബായിലാണെങ്കിൽ ദുബായ് മാത്രം നോക്കിയാൽ മതി പറയും. അപ്പം ലൊക്കേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കുട്ടികൾക്കൊക്കെ ജോലി ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ എല്ലാവരും അവരവരുടെ കംഫർട്ട് നോക്കിയിട്ട് തന്നെയാണ് ഇവ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അച്ഛൻ, അമ്മ, കുട്ടികൾ ഇവരെല്ലാവരും കൂടി ഒന്ന് നന്നായിട്ട് സംസാരിക്കുക. ഒരു ദിവസമെങ്കിലും ഒന്ന് അതിനു വേണ്ടി ചിലവഴിക്കുക. ചിലപ്പോൾ അച്ഛൻ വിചാരിക്കുന്നുണ്ടാവും, എനിക്കൊക്കെ അറിയാം അവർക്ക് എന്തൊക്കെ വേണ്ട. അമ്മയും വിചാരിക്കുന്നുണ്ടാവും, എനിക്കൊക്കെ അറിയാം, ഇതിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത്. പക്ഷെ അതൊക്കെ കുറച്ച് തെറ്റായിട്ടുള്ള സ്റ്റെപ്പുകളായിട്ടാണ് പലപ്പോഴും കാണപ്പെടുന്നത്. കൃത്യമായിട്ട് ചോദിക്കൂ. ചിലപ്പോൾ അച്ഛനമ്മമാർക്ക് ഇഷ്ടപ്പെടാത്ത പല ആഗ്രഹങ്ങളായിരിക്കും കുട്ടികൾ പറയുക. അവർ പറഞ്ഞ് മനസ്സിലാക്കുക. കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ കറക്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അവർ പറഞ്ഞ തന്നെ വെച്ച് മുന്നോട്ട് പോവുക. ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തായിരിക്കും ആ കുട്ടി കൃത്യമായിട്ട് പറയുക, എനിക്കിപ്പോൾ ഒരു ലവ് അഫെയർ ഉണ്ട്, അതുകൊണ്ട് അച്ഛനമ്മ ഇപ്പം ദയവ് ചെയ്തിട്ട് നോക്കരുത്. പക്ഷെ അത് പറയാനുള്ള ആ സ്വാതന്ത്ര്യം ആ കുട്ടിക്ക് ആ വീട്ടിൽ ഉണ്ടാകണം. ചില രക്ഷിതാക്കൾ ഇതെല്ലാം അറിഞ്ഞിട്ട് വരെ കുട്ടികൾക്ക് വേണ്ടി പ്രൊഫൈലുകൾ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് കാണാം. മറ്റുള്ള രക്ഷിതാക്കളുമായി സംസാരിക്കും. അവസാനം എൻഗേജ്മെൻറ്റ് ഈ വക കാര്യങ്ങളൊക്കെ കഴിയും. ചില സർട്ടൻ കേസുകൾ കല്യാണവും കഴിയും. മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം. പിറ്റേ 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അവരെ നമ്മൾ കാണുക കുടുംബ കോടതിയുടെ അഡ്വക്കേറ്റുമാരുടെ അടുത്തായിരിക്കും. ഡിവേഴ്സാണ്. അപ്പോൾ ഇതാദ്യം അച്ഛൻ, അമ്മ, മക്കൾ എല്ലാവരും കൂടെ ഒന്ന് സംസാരിച്ച് നല്ല ക്ലാരിറ്റി വരുത്തണം. കുട്ടികൾക്ക് വേറെ വല്ല അഫയർ വല്ലതും ഉണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അത് ചോദിച്ച് മനസ്സിലാക്കണം. വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഡിസ്കഷൻ പോകണം. ഒരു കാരണവശാലും ഒരു ഫൈറ്റിംഗ് മോഡിലേക്ക് ആവരുത്. അമ്മ ഒന്ന് പറയുക, അച്ഛൻ വേറൊന്ന് പറയുക, കുട്ടികൾ വേറൊന്ന് പറയുക, ആകെ ഒരു വഴക്കും ബഹളവും, അതൊന്നും വേണ്ട. വളരെ ശാന്തമായിട്ടിരുന്ന് സംസാരിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ കല്യാണം വളരെ സ്മൂത്തായിട്ട് നടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നൊരു കാഴ്ച. അപ്പോൾ ആദ്യം നമ്മൾ ഈ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ ഡിസ്കഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം, ധർമ്മദൈവങ്ങൾ, കുടുംബക്ഷേത്രം, വെളുത്തങ്കാവ് അല്ലെങ്കിൽ നാഗങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ തറവാട്ടിൽ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഇത് ദൈവവിശ്വാസികൾ മാത്രം ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ല ഒരു മാട്രിമോണിയൽ എന്ന് ഞാൻ എടുത്തു പറയാൻ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങളോട്, അതായത് അറിഞ്ഞു വെക്കണം ഓരോ മാട്രിമോണിയലിൻ്റെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അവരെത്ര പ്രൊഫൈൽ തരും, എന്തൊക്കെയാണ് അവർ ആക്ടിവിറ്റീസ് അവരുടെ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള എമൗണ്ട് ഉണ്ടോ? ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 25,000 തൊട്ടിട്ട് 1,00,000 രൂപയൊക്കെ വാങ്ങിക്കുന്ന മാട്രിമോണി സൈറ്റുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്സാക്റ്റ് ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നല്ല എമൗണ്ട് വാങ്ങിക്കുന്നുണ്ട്. എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം പോയി ചില ദിക്കിൽ ഗുണ്ടായുസം വരെ കാട്ടുന്ന ഒരു കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വിവാഹം എന്നൊക്കെ പറയുന്നത് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട്, ഒട്ടും ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ നടത്തണം. അതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സൗകര്യമായിരിക്കും. അച്ഛൻ, അമ്മ, വരാൻ പോകുന്ന ബന്ധുക്കൾ, ഇവർക്കൊക്കെ വളരെ സന്തോഷമായിരിക്കും ആ കാര്യത്തിൽ. അപ്പോൾ മാട്രിമോണിയൽ രജിസ്റ്ററിൽ ചെയ്യുന്ന സമയത്ത് ആ മാട്രിമോണിയലിനെ പറ്റി വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കുക. പല മാട്രിമോണിയലിനും കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യുന്നു, കുറച്ച് പ്രൊഫൈലുകൾ തരും, ചിലർ വിളിക്കുകയില്ല, ചിലർ തിരിച്ചു വിളിക്കുകയില്ല, ചിലർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അവർ തിരിച്ചു വിളിക്കില്ല. ആ ആദ്യം കിട്ടുന്ന പൈസ, ഇപ്പോൾ 2,500, 3,000, 5,000, 7,000 ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന ധാരാളം മാട്രിമോണി സൈറ്റുകൾ എനിക്കറിയാം. അത് മനസ്സിലാക്കണം അവരെന്താണ് ചെയ്യുന്നത്. ഞാൻ ഒരു മാട്രിമോണിയൽ സൈറ്റുകൾക്കും എതിരല്ല, എല്ലാവരും നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അത് നിങ്ങൾക്കും കൂടെ സ്വീകാര്യമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ചിലപ്പോൾ ഈ 2,000 അല്ലെങ്കിൽ 7,000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രൊഫൈൽ കിട്ടുമോ എന്ന് ചോദിക്കുക. പിന്നൊക്കെ ഒരു വഴക്കും ബഹളത്തിന് പോകാനുള്ള ഏർപ്പാടുണ്ടാവരുത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ആ രജിസ്ട്രേഷൻ സമയത്ത് കൊടുക്കുമ്പോൾ ആ പ്രൊഫൈലിൽ വളരെ ക്ലാരിറ്റി ഉണ്ടാവണം, എന്തൊക്കെയാണ് ആ പ്രൊഫൈലിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. പ്രൊഫൈലിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ 1, 2, 3 വട്ടമെങ്കിലും വായിച്ചു നോക്കണം. ഈ പ്രൊഫൈലിൽ പലരും കാണാം ജാതകം, അതായത് ശുദ്ധജാതകമാണ്. ആൺകുട്ടികളാണെങ്കിൽ പൊതുവെ ശുദ്ധജാതകമാണ് കാണുന്നത്, പെൺകുട്ടികളാണെങ്കിൽ ദോഷജാതകമാണ് കാണുന്നത്. ഇത് ഞാൻ ഇവിടെ വരുന്ന എൻ്റെ ഒരു പരിചയമാണ് ഞാൻ പറയുന്നത്. 10,000-15,000 കേസുകൾ വന്നപ്പോൾ ഇതിൽ ഒരു 50% ആൻഡ് എബോവ് ആൺകുട്ടികളും ശുദ്ധജാതകമാണ്. പെൺകുട്ടികളും ഏകദേശം അതിനോടനുബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പെർസെൻറ്റേജിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അവർ ദോഷജാതകമാണ്. അപ്പോൾ പലരും ഇതിലെഴുതും ശുദ്ധജാതകം, ദോഷജാതകം, ചിലരെഴുതും സ്ലൈറ്റ് ദോഷം, 7 ചൊവ്വ, 2 ദോഷം, 1 ദോഷം, 2.5 ദോഷം, ഇങ്ങനെയൊക്കെ പല ക്വാണ്ടിറ്റികൾ അതിൽ എഴുതുന്ന കാണാം. സുഹൃത്തുക്കൾ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദോഷങ്ങളൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് തന്നെ പറയാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. 2 ദോഷം, 1 ദോഷം, സ്ലൈറ്റ് ദോഷം എന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് നമ്മൾ ഏത് ജ്യോതിഷനെ കൊണ്ടാണോ നോക്കിക്കുന്നത് ആ ജ്യോതിഷനെ ഡിപ്പെൻഡ് ചെയ്യും ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ. ഇപ്പോൾ ഒരാൾ പറയുകയാണ് 1 ദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ വേറൊരാൾ പറയും 1.5 ദോഷമാണെന്ന്.
അടുത്തൊരാൾ പറയും 2 ദോഷമുണ്ട്, ചിലർ പറയും ശുദ്ധജാതകമാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അച്ഛനമ്മമാർ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഏത് പ്രൊഫൈൽ വന്നാലാണ് നമ്മൾ എടുക്കാൻ പറ്റുക? പൊതുവെ ജനങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പൊതുവെ പാരൻസ് ഒക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ആൺകുട്ടിക്ക് കൂടുതൽ ദോഷവും പെൺകുട്ടിക്ക് കുറഞ്ഞ ദോഷവും വരണം എന്നുള്ളതാണ്. അപ്പൊ ആൺകുട്ടിയുടെ ശുദ്ധജാതകമാണെങ്കിൽ പെൺകുട്ടിക്കും ശുദ്ധജാതകം തന്നെ വേണമെന്നാണ് പറയുക. പക്ഷേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതൊന്നും അല്ല യാഥാർത്ഥ്യം എന്നുള്ള സത്യം മനസ്സിലാക്കുക. ചില ശുദ്ധജാതകങ്ങൾ ദോഷജാതകങ്ങളായിട്ട് മാച്ചാകും. ചില ദോഷജാതകങ്ങൾ കുറച്ച് ദോഷമുള്ളൂ വെച്ചാൽ അത് കൂടുതൽ ദോഷങ്ങളായിട്ടും ചിലപ്പോൾ ചില സർട്ടൻ കണ്ടീഷനിലൊക്കെ മാച്ചാവും. അത് നോക്കുന്ന ജ്യോതിഷന്റെ കഴിവ് പോലെ ഇരിക്കും. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവശ്യത്തിൽ കൂടുതൽ ജ്യോതിഷത്തിനെ പറ്റി പഠിക്കാതിരിക്കുക. അതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഈ യൂട്യൂബുകളിലും മറ്റുള്ള പല സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ വായിച്ചു പഠിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോതിഷന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ പൊരുത്തം നോക്കാൻ പോകുമ്പോൾ ജ്യോതിഷർ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ജ്യോതിഷന്മാരെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അവർ ആദ്യം ഒരു ശ്ലോകം ചൊല്ലും, എന്നിട്ട് പറയും ഇത് മാച്ചാക്കാൻ പറ്റില്ല പറയും. അപ്പം നിങ്ങൾ എന്തെങ്കിലും ചില സംശയങ്ങൾ ചോദിച്ചാൽ വീണ്ടും ഒരു ശ്ലോകം ചൊല്ലും, എന്നിട്ട് പറയും ഇല്ല ഇതൊട്ടും പറ്റില്ല എന്നതൊക്കെയാണ് കാരണം. എഴുതി തരു പോലും ഇല്ല. പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവരത് എഴുതി തരുള്ളൂ. എഴുതി വാങ്ങിക്കുക. ഏതെങ്കിലും 2 പ്രൊഫൈലുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആൺകുട്ടിയുടെ ഫോട്ടോ കണ്ടു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടു 2 ഫാമിലിയും ഓക്കെ ആയി കഴിഞ്ഞാൽ, നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ജ്യോതിഷം നോക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കണം. വീട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ട നോക്കണ്ട, മറ്റുള്ളവർക്കൊക്കെ വേണമെന്ന് പറഞ്ഞാലും നോക്കണം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഏതെങ്കിലും ഒരാൾ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോക്കണം. മറ്റുള്ളവർ ഇനിയിപ്പോൾ എത്രമാത്രം അന്ധവിശ്വാസം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് നോക്കുക വേണം. ഇല്ലെങ്കിൽ ഭാവിയിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചിലപ്പോൾ എന്നോട് നിങ്ങൾ തിരിച്ചു ചോദിച്ചാൽ, കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും മനുഷ്യനാണല്ലോ നമ്മളൊക്കെ. ഈ മനുഷ്യരാകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇൻസിഡൻറ്റുകൾ സംഭവിക്കാം. ഈ വല്ല ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ ഈ ജ്യോതിഷം നോക്കണം എന്ന് പറഞ്ഞ ആൾ അന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തും. അന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ ജ്യോതിഷം നോക്കണം എന്നുള്ളത്, എന്തുകൊണ്ട് നോക്കിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കും. പിന്നെ നിങ്ങളുടെ ശിഷ്ടകാലം മൊത്തം ഈ ടെൻഷൻ അടിച്ച് കഴിയേണ്ടി വരും. അതുകൊണ്ട് ജ്യോതിഷം വീട്ടിൽ ആരൊക്കെങ്കിലും നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോക്കണം. അത് നോക്കുന്ന രീതി, 2 പ്രൊഫൈലും ഓക്കെയാണ്, ഫാമിലി ഓക്കെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പറയും, അച്ഛനും അമ്മയൊക്കെ കുട്ടികളൊക്കെ തമ്മിൽ സംസാരിക്കും, ഈ പ്രൊഫൈൽ കിട്ടിയാൽ നന്നായിരുന്നു, നല്ല ഒരു പ്രൊഫൈലാണ് എന്നൊക്കെ ഒരു സ്റ്റേജ് വന്നാൽ 3, 4, 5 പണിക്കരടുത്ത് പോയാലും വിരോധമില്ല. ഏതെങ്കിലും ഒരു ജ്യോത്സ്യം നിങ്ങളോട് അത് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതി വാങ്ങിക്കുക. എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് കയ്യിൽ വെക്കുക. ആദ്യം മനസ്സിലാക്കേണ്ട ഇതൊക്കെ ഒരു വിശ്വാസമാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ വല്ലാതെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകരുത്. പാകത്തിൽ വേണം എല്ലാം. എല്ലാറ്റിനും ഒരു ലക്ഷ്മൺ രേഖ വരയ്ക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കില്ല എന്നുള്ളത് തീരുമാനിക്കുക ആദ്യം. അപ്പൊ ജാതകം ഓക്കെ ആയി കഴിഞ്ഞു. ഏതെങ്കിലും ഒരു പണിക്കര് നിങ്ങളോട് പറയുകയാണ്, ഇത് വെച്ച് മുന്നോട്ട് പോയിക്കോളൂ. വളരെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ചിലർ പറയും മധ്യമത്തിൽ വേണ്ട, ഞങ്ങൾക്ക് നല്ല പൊരുത്തം വേണം. സുഹൃത്തുക്കൾ, നിങ്ങൾ മനസ്സിലാക്കണം, മധ്യമത്തിൽ കിട്ടിയാൽ പോലും നല്ലതാണ്, എക്സലൻ്റ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാണ്ട് ഞാൻ ജ്യോതിഷം കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. മധ്യമത്തിൽ കിട്ടിയാൽ പോലും നല്ലതാണ്, വളരെ എക്സലൻ്റ് ആണ്. 10ൽ 10 പൊരുത്തമുള്ളവരെക്കാട്ടിലും ഭംഗിയായിട്ട് കുടുംബജീവിതം നയിക്കുന്നത് മധ്യമത്തിൽ ചേർന്നിട്ടുള്ള ജാതകങ്ങളാണ്. 10ൽ 10 പൊരുത്തക്കാരുടെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. അത് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, 10ൽ 10 പൊരുത്തമായാലും 10ൽ
5 പൊരുത്തമായാലും എല്ലാം നല്ലത് തന്നെയാണ്. അപ്പോൾ അത് മധ്യമത്തിൽ എങ്ങനെ എടുക്കുക? ഇനിയിപ്പോൾ വീട്ടുകാരാരെങ്കിലും ഒരാൾ ചിലപ്പോൾ വെറുതെ ഒന്ന് ചോദിക്കും, അയ്യോ മധ്യമത്തിലുള്ളത് എടുക്കണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു സംശയം വരും. അയ്യോ ചേച്ചി പറഞ്ഞു അല്ലെങ്കിൽ ഏട്ടൻ പറഞ്ഞു മധ്യമത്തിൽ എടുക്കണ്ടല്ലോ. ഇങ്ങനെ ആരോടിപ്പോൾ ഇതൊന്നും പറയാൻ പോകണ്ട. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പോലും പണിക്കര് നിങ്ങളോട്, ജ്യോത്സ്യൻ നിങ്ങളോട് പറയുകയാണ് 10ൽ 5 പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടുകാരോടൊക്കെ നല്ല പൊരുത്തമുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ അത് കറക്റ്റ് കണക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ എല്ലായിടത്തും പറയേണ്ട കാര്യമില്ല. കാരണം അത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ നമ്മൾ ജാതകവും ഓക്കെ ആയിക്കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്താണെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങാണ് ആദ്യം നടത്തുക. വളരെ പെട്ടെന്ന് വരുന്നു, പെണ്ണ് കാണുന്നു, ഒക്കെ ഓക്കെ ആക്കുന്നു, കല്യാണം നടക്കുന്നു, കഴിയുന്നു, ഇതൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ആദ്യം വാട്സാപ്പ് നമ്പർ എക്സ്ചേഞ്ചിങ് ആണ് ആദ്യം ചെയ്യുന്നത്. ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വാട്സാപ്പ് നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു മിനിമം 15 ദിവസമെങ്കിലും ഇവർ നല്ല ഒരു റിലേഷൻ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 15 ദിവസം മിനിമം, അതിന് എത്ര വേണമെങ്കിലും കൂടുതലാവാം. അവർ നല്ലൊരു റിലേഷൻ ഉണ്ടാക്കണം, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഈ ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് അടിസ്ഥാനപരമായിട്ട് 5-6 കാര്യങ്ങൾ ഈ കുട്ടികൾ തമ്മിൽ സംസാരിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കാരണം പാരൻസിന് എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ പറ്റി എന്ന് വരില്ല. അത് കുട്ടികൾ തമ്മിൽ സംസാരിക്കണം. ഒന്നാമത്തെ, ആസ് ഓഫ് നൗ ഇപ്പം ലൈവായിട്ട് വല്ല ലവ് അഫെയറും ഉണ്ടോ എന്നുള്ളത് ചോദിക്കുക. ആദ്യം തന്നെ അത് ചോദിക്കുക. ഉണ്ടെങ്കിൽ പറയാൻ പറയുക. കാരണം ഒരു ഫാമിലി കൂടെ വിഷമത്തിലേക്ക് ആക്കിപ്പിക്കരുത്. ചിലപ്പോൾ ആ കുട്ടി വരാൻ പോകുന്ന, അല്ലെങ്കിൽ ജാതകം ചേർന്നു എന്ന് പറയുന്ന 2 പ്രൊഫൈലുകൾ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ചിലപ്പോൾ വേറെ വല്ല ലവ് അഫെയറും ഉണ്ടാകാം. അച്ഛനോടും അമ്മോടും പറയാനുള്ള മടി കാരണം അവർ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഇതിലെല്ലാം സംസാരിക്കുന്നത്, കുട്ടികളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, വാട്സാപ്പ് ചാറ്റിൽ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു പരിധി വരെയൊക്കെ പറയും. 99% കുട്ടികളും പറയും എനിക്കില്ല, യാതൊരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല, എനിക്ക് ലവ് അഫെയർ ഒന്നുമില്ല, നമുക്ക് സംസാരിക്കാം. 1% എപ്പോഴും ഹൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പല കാര്യങ്ങളും ഹൈഡ് ചെയ്യും. അത് എല്ലായിടത്തും ഉള്ള തന്നെയാണ്. അപ്പോൾ അടുത്ത ഇത് മനസ്സിലാക്കേണ്ട, അതായത് ലവ് അഫെയറിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞു, അത് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കണം. അടുത്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പാരമ്പര്യം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അച്ഛൻ എന്താണ് ചെയ്തിരുന്നത്, അച്ഛൻ എന്താണ് പഠിച്ചിരിക്കുന്നത്, അച്ഛൻ്റെ നാടെവിടെ, അച്ഛൻ്റെ വീട് എവിടെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അച്ഛൻ്റെ ജോലി സ്ഥലം, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ അമ്മയുടെയും, സഹോദരങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങളുടെ, ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുക. ഇവരുടെ വീട് കാര്യങ്ങൾ, അവരെന്തൊക്കെ ചെയ്യുന്ന, അവർ മാരീഡ് ആണെങ്കിൽ, സഹോദരങ്ങൾ മാരീഡ് ആണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസൊക്കെ വാങ്ങിക്കുക, മനസ്സിലാക്കി വയ്ക്കുക. മൂന്നാമത്തെ കാര്യം എഡ്യൂക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 2ഉം 3ഉം. എഡ്യൂക്കേഷൻ്റെ കാര്യം പലരും എഴുതുന്നുണ്ട് പ്രൊഫൈലുകളിൽ, ബിടെക് ആണ്, എംടെക് ആണ്, PhD ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. പലർക്കും നമുക്ക് ഇതിൻ്റെ ഒരു ആധികാരികത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലാണ്, അല്ലെങ്കിൽ ഒരു ബാങ്കിലാണ്, നാഷണലൈസ് ബാങ്ക്, അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്ക്സ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോബ്, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ജോബ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബ്, സ്റ്റേറ്റ് ഗവൺമെൻറ് പബ്ലിക് സെക്ടർ ജോബ്, ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ജോലിക്കാര്യത്തിനെ പറ്റി അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല.
കാര്യം അവർക്ക് ഈ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അവർ ജോലി കിട്ടിയിട്ടുണ്ടാകുക. നല്ല നല്ല കമ്പനികളിലും നല്ല നല്ല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാലും എഡ്യൂക്കേഷനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കുക തന്നെ വേണം. കാരണം ചിലർ ഉള്ളിൽ ഇതുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു കുട്ടി പ്രൊഫൈല് ഇഷ്ടപ്പെട്ടു, അവർ വാട്സാപ്പ് ചാറ്റൊക്കെ തുടങ്ങി, അവർക്കൊക്കെ ഓക്കെ ആയി. ചിലപ്പോൾ ഈ ജോലി ചെയ്യുന്ന ആൺകുട്ടി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിക്ക് ചിലപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാവും, ഫോറിനിലൊന്ന് പോയിട്ട് പഠിച്ചാൽ വേണ്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഫോറിനിൽ പോയിട്ട് പഠിക്കാനാണെങ്കിൽ അടുത്ത വർഷം കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനായിട്ടായിരിക്കും ചിലപ്പോൾ പ്ലാൻ ഉണ്ടാവുക. ഓസ്ട്രേലിയയിൽ പോയിട്ട് പഠിക്കണം, ജർമ്മനി പോയിട്ട് പഠിക്കണം, US പോയിട്ട് പഠിക്കണം, ഇങ്ങനെയൊക്കെയുള്ള പല ആഗ്രഹങ്ങളുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അതെല്ലാം അങ്ങനത്തെ വല്ല ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ സംസാരിക്കണം. കാരണം ചിലപ്പോൾ ഈ വരാൻ പോകുന്ന കുട്ടിക്ക് അത് ഇഷ്ടമായിക്കൊള്ളുന്നില്ല, അവർക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കുക. എഡ്യൂക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് സംസാരിക്കേണ്ടത് വല്ല മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്നുള്ളത്. ചിലർ ലോങ് ടൈം ആയിട്ട് കഴിക്കും, ചിലർ ഷോർട്ട് ടൈം ആയിട്ട് കഴിക്കും. ലോങ് ടൈം ആയിട്ടുള്ള മെഡിസിൻ ഉണ്ടെങ്കിൽ ഇതൊന്നൊരു നെഗറ്റീവായിട്ട് കാണണ്ട. ഈ മെഡിസിൻ കഴിക്കുന്നു എന്നൊന്നും പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ഒരുവിധ ആളുകളൊക്കെ മെഡിസിൻ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അതിനെ ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് കണ്ട, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം. വേറൊരാൾ പറഞ്ഞറിയുന്നതിനേക്കാൾ മുന്നേ നമ്മൾ തന്നെ അറിഞ്ഞിരുന്നാൽ വളരെ നന്നായി. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഡയബറ്റിക് ആണ്, ഒരു കുട്ടി ഒരു ഡയബറ്റിക് ആണെങ്കിൽ ആ കുട്ടി അത് നേരത്തെ പറയുകയാണ് എനിക്ക് ഡയബറ്റിക് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഡയബറ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമുള്ള സംഭവമല്ല. ഒരുവിധ ആളുകൾക്കൊക്കെ ഉണ്ട് ഇത്. ചിലർക്ക് സർട്ടൻ ഏജ് കഴിഞ്ഞിട്ടായിരിക്കും, ചിലർക്ക് അത് വളരെ നേരത്തെ ആയിരിക്കും. അപ്പോൾ അവരെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ടും കൂടി ഒന്ന് സംസാരിക്കുക. വല്ല അസുഖങ്ങളും മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ മെഡിസിൻ എടുക്കുന്ന കുട്ടികളുടെ ഡോക്ടേഴ്സുമായിട്ടും കൂടി ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടിയുടെ അസുഖത്തിൻ്റെ തീവ്രത എത്രമാത്രം ഉണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു കംഫർട്ട് ലെവലായിരിക്കും. അപ്പോൾ ഇത് മെഡിസിൻ്റെ കാര്യം വളരെ മസ്റ്റായിട്ട് സംസാരിക്കണം, അറിഞ്ഞിരിക്കണം. ചോദിച്ചില്ല എന്ന് പറയാൻ പാടില്ല. കുട്ടികൾ പറയാനൊക്കെ വളരെ താല്പര്യമാണ്, പക്ഷേ ചില സമയത്ത് അവർ പറയും നിങ്ങൾ ചോദിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ല. അത് വേണ്ട. അടുത്തതായിട്ട് അമിതമായ ലോണുകൾ വല്ലതും ഉണ്ടോ? ആദ്യം കുട്ടിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടാകാം, വെഹിക്കിൾ ലോൺ ഉണ്ടാവാം. വെഹിക്കിൾ തന്നെ ചിലപ്പോൾ ബൈക്കിനുണ്ടാകാം, ചിലപ്പോൾ കാറിനുണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള പല ലോണുകളുടെ സാലറിയിൽ നിന്ന് EMI ആയിട്ട് ബാങ്ക് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ ബാങ്കിൽ അടയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ 1,00,000 രൂപ സാലറി ഉണ്ടെങ്കിൽ 80,000 EMI ആയിട്ടാണ് പോകുന്നത് എങ്കിൽ പിന്നെ 20,000 ആ കുട്ടിക്ക് ടേക്ക് ഹോം സാലറി ഉള്ളൂ. ഈ ടേക്ക് ഹോം സാലറി വരുന്ന സമയത്ത് ഈ 20,000 നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഒരു വിരോധവുമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കണം. നാളെ വിവാഹം കഴിഞ്ഞതിന് ശേഷം സാലറി സ്ലിപ്പ് കാണുമ്പോൾ അയ്യോ ഇതെന്താ EMI ഇത്ര, പിന്നെ നിങ്ങൾ തമ്മിൽ വഴക്ക് ബഹളം, ഇതിൽ അച്ഛനമ്മമാർ ഇടപെടും. അപ്പോൾ കൃത്യമായിട്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ വളരെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ പറയാം, ഇവിടെ വരുന്ന 99% ഡിവേഴ്സ് കേസുകൾ നിസ്സാര കാര്യങ്ങൾക്കാണ്, വളരെ വളരെ നിസ്സാര കാര്യങ്ങൾക്കാണ് ഡിവേഴ്സ് സംഭവിച്ചിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, സംസാരിക്കുന്നില്ല വേണ്ട പോലെ. അപ്പോൾ ഇതെല്ലാം സംസാരിച്ച് വാട്സാപ്പ് ചാറ്റിൽ കൂടെ ഒരു 15 ദിവസം നിങ്ങൾ നന്നായിട്ട് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏകദേശം ഒരു കംഫർട്ട് ലെവലായി കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്ത് വെച്ച്, ഞാൻ പറഞ്ഞ വീട്ടിൽ വെച്ചിട്ടല്ല, പുറത്ത് വെച്ച് വല്ല കോഫി ഹൗസിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കുട്ടികൾ തമ്മിൽ നേരിൽ കാണുക. ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഈ ബോഡി ലാംഗ്വേജ് നേരിലൊക്കെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഇവർ വല്ലതും ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം എൻ്റെ നാട്ടിലൊക്കെയാണ് അപ്പോൾ ചില വീടുകളിൽ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നൊരു വരിയുണ്ട്, അയ്യോ ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ്, ഞങ്ങളുടെ മക്കൾ അങ്ങനെ പുറത്തൊന്നും വെച്ച് കാണാൻ പറ്റില്ല. അവരുടെ മക്കൾ ചിലപ്പോൾ പൂനെയിലും ബോംബെയിലും വർക്ക് ചെയ്യുന്നുണ്ടാവും, അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവർ ചിലപ്പോൾ മടിച്ചു നിൽക്കുന്നത് കാണാം. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, പുറത്ത് വെച്ച് കണ്ടതിന് ശേഷം മാത്രമേ പെണ്ണ് കാണൽ ചടങ്ങിന് പോകാവൂ. ആൺകുട്ടിക്ക് പലതും പറയാണ്ടാവും, പെൺകുട്ടിക്ക് പലതും പറയാണ്ടാവും. ചിലപ്പോൾ ഈ ലവ് അഫെയറിൻ്റെ ഒക്കെ കാര്യം ചിലപ്പോൾ പുറത്ത് വെച്ച് കാണുമ്പോഴായിരിക്കും അവർ പറയുക, നീ സമയം കളയണ്ട, എനിക്ക് ആൾറെഡി ഒരു അഫെയർ ഉണ്ട്, ഇത് അച്ഛൻ്റെ അമ്മടി നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്, നീ വേറെ നോക്കിക്കോളൂ എന്ന് പറയുന്ന അനവധി കുട്ടികളെ എനിക്കറിയാം. ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ. അതിനുശേഷം മാത്രമേ പെണ്ണ് കാണൽ ചടങ്ങ് നടത്താവൂ. രണ്ടുപേരും കംഫർട്ടായതിനു ശേഷം മാത്രമേ പെണ്ണ് കാണൽ ചടങ്ങ് നടത്താവൂ. കംഫർട്ടായിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ അവർ വാട്സപ്പ് ചാറ്റിൽ കൂടെ ഒക്കെ പോട്ടെ, ചിലപ്പോൾ 15 ദിവസം എന്നുള്ള 1 മാസം എടുക്കും. ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുന്നുണ്ടോ നോക്കൂ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ പാരൻസിനാണ് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കുക. റിട്ടയർഡ് ലൈഫ് സമാധാനമായിരിക്കില്ല നിങ്ങളുടെ. വളരെ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ. അടുത്തത്, അച്ഛൻ അമ്മമാര്, പെൺകുട്ടിയുടെ അച്ഛൻ അമ്മമാര്, ആൺകുട്ടിയുടെ അച്ഛനമ്മമാര് നന്നായിട്ട് സംസാരിക്കുക. ഇപ്പോൾ വീടുകളിലൊക്കെ പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ കൊണ്ടുപോകും. അമ്മാമൻ, അമ്മായി, ഏട്ടൻ, അനിയൻ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് നമ്മൾ വീടുകളിലേക്ക് പോവുക. വീട് കാണൽ ചടങ്ങ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനൊക്കെ ഉണ്ടാവും. ഈ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഈ പോകുന്ന അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ കൊണ്ടുപോകുന്ന ആളുകൾ ഏതെങ്കിലും ഒരു വിദ്വാൻ മതി ഈ സബ്ജക്റ്റ് കംപ്ലീറ്റ് മാറ്റിക്കളയും. ചിലപ്പോൾ അവിടെ പോയിരുന്നു ഒരു വർത്തമാനം തുടങ്ങാൻ വേണ്ടിയിട്ട് അച്ഛനമ്മ അങ്ങനെ മടിച്ചു നിൽക്കുമ്പോൾ ഈ ഏട്ടനോ അമ്മാവനോ ആരെങ്കിലും ഒരാൾ രംഗത്ത് വരും. എന്നിട്ട് ചോദിക്കും, വെറുതെ പെൺകുട്ടിയുടെ അച്ഛനോട് ചോദിക്കും, നിങ്ങൾ എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? അപ്പോൾ പറയും, ഇന്ന സ്ഥലത്താണോ. അപ്പോൾ ഉടനടി പറയും, ഓ പാലക്കാടായിരുന്നു അല്ലേ, പാലക്കാട് ആ ഇന്ന സ്ഥലത്ത് ആലത്തൂരിൽ നിന്ന് വരുന്ന മണികണ്ഠനെ അറിയുമോ? ഇങ്ങനത്തെ വിഡ്ഢിത്തമായിട്ടുള്ള വർത്തമാനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. വേണ്ട കാര്യങ്ങൾ സംസാരിക്കുകയില്ല. അച്ഛൻ അമ്മമാര് കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. അപ്പോൾ കൊണ്ടുപോകുന്ന ആൾക്കാരോടും പറയണം, അനാവശ്യ സംസാരങ്ങൾ സംസാരിക്കരുത്, ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക പോരുക. കഴിയാവുന്നത്ര അച്ഛനമ്മമാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് വേറൊരാളെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. എന്തൊക്കെ റിക്വയർമെൻറ്റുകൾ ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ട് പറയാം. ഇപ്പം സദ്യക്ക് വരിക, കല്യാണത്തിന് വരുമ്പോൾ ഞങ്ങളുടെ ആളുകൾ 500 പേരുണ്ടാവും, 1000 പേരുണ്ടാവും, അല്ലെങ്കിൽ 200 പേരുണ്ടാവും, എത്രയുള്ള വെച്ചാൽ അതൊക്കെ കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുക. രണ്ടുപേർക്കും വ്യത്യസ്ത തരത്തിലുള്ള ആചാരങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ ഡിസ്ട്രിക്റ്റൊക്കെ മാറുന്ന സമയത്ത് തന്നെ ചില ആചാരങ്ങൾക്കൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒരു വഴക്കുണ്ടാവരുത്. അതായത്, അയ്യോ നിങ്ങളെന്താ ഇങ്ങനെ ചെയ്ത്, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണല്ലോ എന്നൊന്നും പറഞ്ഞ് ഒരു ബഹളത്തിലേക്ക് പോകരുത്. നല്ല ഒരു ബന്ധം, ഇത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. പേരൻസ് വളരെ ബുദ്ധിമുട്ടി അവർ ഭയങ്കര എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു വിവാഹം നടക്കുന്നുള്ളൂ. ആ വിവാഹം നടക്കുന്നത് ഒരു തരത്തിലുള്ള ടെൻഷനും ആർക്കും ഉണ്ടാവരുത്. മുഹൂർത്തം നോക്കല്, സ്റ്റേജില് ആളുകളെ നിർത്തല്, വേണ്ടപ്പെട്ടവരെ സ്റ്റേജിലേക്ക് വിളിക്കല്, അത് വിളിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ കലാപാവും. വീട്ടിൽ വലിയ കലാപ, നീ എന്നെ വിളിച്ചില്ല, ഞാൻ അവിടെ ആദ്യത്തെ ലൈനിൽ തന്നെ ഇരുന്നിരുന്നല്ലോ, എന്നെ വിളിക്കാൻ? ചിലപ്പോൾ നമ്മൾ ആ തിരക്കിൽ പെട്ടപ്പോൾ ചിലപ്പോൾ നമ്മളതാണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതിന് അത്ര ഒരു ഇതായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ മതി പിന്നെ കുടുംബ കലഹം ഉണ്ടാകാൻ. അപ്പോൾ വളരെ കൃത്യമായിട്ട്
എല്ലാം ഫോളോ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ ഭംഗിയായിട്ട് തന്നെ മംഗളമായിട്ട് തന്നെ വിവാഹങ്ങൾ നടക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ആദ്യം ജ്യോതിഷ വർത്തമാനം നിർത്തുക, അപ്പം തന്നെ ഒരു 50% പ്രോബ്ലം കഴിഞ്ഞു. ജ്യോതിഷനെ കൊണ്ട് തന്നെ നോക്കുക, അവർ നോക്കട്ടെ, നിങ്ങളായിട്ടൊന്നും പറയണ്ട. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വിവാഹം നോക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കും ഈ 2025 എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാവിധ മംഗളാശംസകളും. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ.